ഹായ്, വെൽക്കം ടു എജുബ്ലിസ് ലേണിംഗ്. പ്രിയപ്പെട്ട CUT വിദ്യാർത്ഥികളെ, നമ്മുടെ എക്സാമൊക്കെ അടുത്ത് വന്നു, അഡ്മിറ്റ് കാർഡ് വന്നു. നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിൻ്റെ സിറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇനിയുള്ള സമയം, കഴിഞ്ഞ ദിവസം നമ്മൾ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മാത്രമേ, അതുപോലെ ഇത്തരം ജനറൽ ടെസ്റ്റ് പോലെയുള്ള വിശാലമായ ടോപ്പിക്കുകളൊക്കെ അതിൻ്റെ ക്യാപ്സൂളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ തന്നെ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇത്തരം ഒരു നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു, നല്ല റെസ്പോൺസ് രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്ന വീഡിയോസ് തീർച്ചയായിട്ടും അത്രയും ഉപകാരപ്രദമായിട്ട് ലഭിക്കണം അല്ലേ? നിങ്ങൾക്ക് അത്രയും കൃത്യമായിട്ട് എക്സാമിന് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസോടെ എഴുതാൻ പറ്റണം എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ജിയോഗ്രഫി, പൊളിറ്റി ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. ജിയോഗ്രഫിയിൽ നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പെനിൻസുലാർ റിവർ ഫ്ലോ വെസ്റ്റ് ഇൻ ടു ദ അറേബ്യൻ സീ. അതായത് NTA നടത്തുന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവലാണ്. ചില സമയത്ത് വളരെ സിമ്പിളായിരിക്കും, ചില സമയത്ത് അത് കുറച്ചുകൂടി ഈ ഡെപ്തിലേക്ക് പോകും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഈ ഒരു രീതിയിൽ, അതായത് താഴെ പറയുന്നവയിൽ നിന്ന് ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന വെസ്റ്റ് അല്ലേ, റിവർ ഫ്ലോ വെസ്റ്റ് ഇൻ ടു ദ അറേബ്യൻ സീ. അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ. ഇതാണ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വരാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഏതാണ് ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോവിങ്ങിൽ, അതായത് വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദിയാണ് ഏതാണെന്ന് ചോദിച്ചത്? അത് അറേബ്യൻ സീയിലേക്കായിരിക്കും. കാരണം നമ്മുടെ വെസ്റ്റിലേക്ക് വരുന്ന അറേബ്യൻ സീ ആണ്. നമുക്കറിയാം ഇത് ഇന്ത്യൻ ഓഷ്യൻ ആണ്, അല്ലെ ഇന്ത്യൻ ഓഷ്യൻ. അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ, ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ സോ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ വരുന്നത് മഹാനദി, കൃഷ്ണ, നർമ്മദ, കാവേരി. ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ അതുപോലെ താപ്തി, ഈ രണ്ട് നദികളാണ് എന്ത് വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളായിട്ട് നമ്മൾ പറയുന്നത്. ഏതാണ്? നർമ്മദ, താപ്തി. അതുപോലെ തന്നെ ഈ നമുക്ക് ഇന്ത്യയുടെ റിവേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളാണ് മഹാനദി, ഇത് ഈസ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ കൃഷ്ണ അല്ലെ, കൃഷ്ണ ഈസ്റ്റിലേക്കാണ്, കാവേരി ഈസ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ ഈ നദികളുടെ ഒക്കെ പ്രത്യേകത, ഇത് പെനിൻസുലാർ റിവർ. പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, അതുപോലെ പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട്. ഹിമാലയൻ റിവേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇൻഡസ് അല്ലേ, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റിവേഴ്സ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് മേക്ക് ഡെൽറ്റ. കണ്ടോ, ജിയോഗ്രഫിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. താഴെ പറയുന്ന നദികളിൽ ഏതാണ് ഡെൽറ്റ നിർമ്മിക്കാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സിൻ്റെ ഇന്ത്യൻ റിവർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെൽറ്റ ഫോം ചെയ്യുന്ന നദികളുണ്ട്, ഫോം ചെയ്യാത്ത നദികളുണ്ട്. സോ ഓപ്ഷൻ നോക്കൂ, ഗംഗ, നർമ്മദ, മഹാനദി, കാവേരി. ഏതാണ് ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക? ഇവിടുത്തെ ഡെൽറ്റ ഫോം ചെയ്യാത്തത് അത് നർമ്മദയാണ്. ഇനി നിങ്ങൾ ഇത് നോക്കടാ, ഇതിൽ ഗംഗ എങ്ങോട്ട് ഒഴുകുന്നതാണ്? അതെങ്ങോട്ട് ഒഴുകുന്നതാണ്? അത് ഈസ്റ്റിലേക്ക് ഒഴുകുന്നതാണ്. മഹാനദി അല്ലേ, അത് ഈസ്റ്റിലേക്കാണ്. കാവേരി നദികൾ. അപ്പോൾ ഒന്ന് മാത്രമേ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലും ആ രീതിയിലെങ്കിലും ആൻസർ കണ്ടെത്താൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദികൾ, അവിടെ നമ്മുടെ റിഫ്റ്റ് വാലിയുടെ, നമ്മുടെ താപ്തി അതുപോലെ നർമ്മദ, ഇത് രണ്ട് റിഫ്റ്റ് വാലിയുടെ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദികൾ അല്ലേ, ഭ്രംശപ്രദേശത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. അതുകൊണ്ട് അവിടെ വലിയ ഗോർജസ് ഉണ്ടാവും, കുത്തനെ നല്ല സ്റ്റീപ്പായിട്ടാണ് വരുന്നത്. അവിടെ ഡെൽറ്റ ഫോം ചെയ്യില്ല, മറിച്ച് എസ്റ്റുറിയാണ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ ആ ഒരു റിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത. അതേ സമയത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന നദികൾ അവിടെ ഡെൽറ്റ ഫോം ചെയ്യും. നമുക്കറിയാം ഗംഗ പശ്ചിമ ബംഗാളിലെ അല്ലെ, ബംഗാളിലേക്ക് എത്തിച്ചേരും. നമുക്കറിയാം ബംഗാളിൽ എത്തിച്ചേർന്ന് അവിടെ
നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വേൾഡിലെ ലാർജസ്റ്റ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ ഫോം ചെയ്യുന്നു. ഓക്കെ, മറന്നു പോകരുത്. ഗംഗ റിവേഴ്സിലോ അല്ലേ, അത് ഏത് ഡെൽറ്റയാണ് ഫോം ചെയ്യുന്നത്? സുന്ദരി എന്ന് പറയുന്ന മാംഗ്രോവ് ഫോറസ്റ്റിന്റെ സാന്നിധ്യമുള്ളതാണ് സുന്ദർബൻസ് എന്നറിയപ്പെടുന്നത് അല്ലേ. നെക്സ്റ്റ്, അതുപോലെ മഹാനദി അവിടെ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാവേരി നദിയും ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ റിവേഴ്സിന്റെ ഏത് ഭാഗത്താണ് റിവേഴ്സ് ഉള്ളത് എന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇമ്പോർട്ടൻറ്റ് റിവർ ഓഫ് ഇന്ത്യൻ ഡെസേർട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നോക്കൂ, ലൂണി, നർമ്മദ, തപി, അതുപോലെ തന്നെ ജലം ഏത് നദിയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജസ്ഥാനിലാണ്. നമുക്ക് നർമ്മദ, തപി, അതുപോലെ ജലം, ഈ നദികളൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഏതാണ്? ലൂണി നദിയാണ്. രാജസ്ഥാനിലൂടെയാണ് ലൂണി നദി ഒഴുകുന്നത്. ഇന്ത്യൻ ഡെസേർട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി എന്നുള്ളത്. ജലം നമ്മൾ നേരത്തെ പറയാത്തൊരു നദിയാണ് ജലം നദി എവിടെയാണ്? പഞ്ചാബിലെ പഞ്ചനദികൾ എന്നറിയില്ല അല്ലേ, സത്ലജ്, നമ്മുടെ ഈ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്ന ഏതൊക്കെ അല്ലേ, സത്ലജ്, ജലം അല്ലെ, രവി, ബിയാസ്, ഇങ്ങനെയുള്ള നദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ നദികൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഗംഗ ഈസ് എ റിസൾട്ട് ഓഫ് ദ കോൺഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്. ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ്, എവിടെ വെച്ച് ചേർന്നിട്ടാണ് ഗംഗ എന്ന നദി ഉത്ഭവിക്കുന്നത്? ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിലാണോ? ഭഗീരഥിയും അളകനന്ദയും കർണപ്രയാഗിലാണോ? ഭഗീരഥിയും അളകനന്ദയും ഗംഗോത്രിയിലാണോ? ഭഗീരഥിയും അളകനന്ദയും രുദ്രപ്രയാഗിലാണോ? അപ്പോൾ എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിലാണ്. എവിടെയാണ്? ദേവൻ അല്ലേ, ദേവൻ എന്നാലോചിച്ചാൽ മതി. ദേവപ്രയാഗിലാണ് കൂടി. അവിടെ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ലേക്സ് ഇൻ ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് വാട്ടർ സലൈനിറ്റി? നമ്മളെ ലേക്സിനെ കുറിച്ച് പഠിക്കണം. റിവേഴ്സിനെ പോലെ പ്രധാനപ്പെട്ട ലേക്സുകളെ കുറിച്ച് പഠിക്കുക. സലൈനിറ്റി, ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള ഇന്ത്യയിലെ ഏത് റിവേഴ്സാണ്? താഴെ ദാൽ, ചിൽക്ക, വൂളാർ, സാമ്പാർ. ഏതാണത്? അത് സാമ്പാർ നദിയാണ്. എവിടെയാണ്? സാമ്പാർ നദിയാണ്. മറ്റു ദാൽ നമുക്കറിയാം ജമ്മു കാശ്മീരിലാണ്. ചിൽക്ക ഒഡീഷയിലാണ്, ഒഡീഷ. ഓക്കെ, വൂളാറിൻ്റെ പ്രത്യേകത എന്താ? അതൊരു ശുദ്ധജല അല്ലേ, ശുദ്ധജല തടാകമാണ്. ഓക്കെ, സലൈനിറ്റി ഉള്ളതല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചാനൽ സെപ്പറേറ്റിംഗ് ദ ആൻഡമാൻ ഐലൻഡ് ഫ്രം ദ നിക്കോബാർ. നമ്മൾ റിവേഴ്സ് പഠിക്കുന്നത് പോലെ ജിയോഗ്രഫിയിൽ ഓഷ്യനെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഓഷ്യൻ, അതുപോലെ തന്നെ കടലിനെ കുറിച്ച്, പല രാജ്യങ്ങളിലെയും ഇടയിലുള്ള കടലിടുക്കുകളെ കുറിച്ച്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ നിലവിൽ നമ്മൾ ഇറാൻ അമേരിക്ക വാറുമായി ബന്ധപ്പെട്ട ഹോർമൂസ് അങ്ങനെ ലോകത്തിൻ്റെ മെഡിറ്ററേനിയൻ സീ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ സീകൾ, അതുപോലെ തന്നെ കടലിടുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഓഷ്യനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട ഓഷ്യൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടുത്തെ നോക്ക്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ചാനൽ സെപ്പറേറ്റ് ആൻഡമാനെ ദ ചാനൽ സെപ്പറേറ്റിംഗ് ദ ആൻഡമാൻ ഐലൻഡ് ഫ്രം ദ നിക്കോബാർ ഐലൻഡ്. ഏത് ചാനലാണ്? ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിന് ആൻസർ കോക്കോ ചാനലാണോ, 10 ഡിഗ്രി ചാനലാണോ, ഡങ്കൻ പാസേജ് ആണോ, സോംബ്രാവോ ചാനലാണോ? ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ഇവിടെ മറന്നു പോകരുത്. നമുക്ക് ഈ കോക്കോ ചാനൽ എന്ന് പറഞ്ഞാൽ മ്യാൻമർ ഓക്കെ, ഇവിടെ വരുന്നുണ്ട്. ദ ചാനൽ സെപ്പറേറ്റിംഗ് ദ ആൻഡമാൻ ഐലൻഡ് ഫ്രം ദ നിക്കോബാർ അല്ലേ, ആൻഡമാൻ ഐലൻഡിനെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതിലെ പ്രധാനപ്പെട്ട ഈ കോക്കോ ഐലൻഡ്സ് പറഞ്ഞാൽ മ്യാൻമർ ദ്വീപുകൾ, മ്യാൻമർ ഐലൻഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? വേർതിരിക്കുന്നതാണ്. മനസ്സിലായോ? മ്യാൻമർ ഐലൻഡിൽ നിന്ന് നമ്മുടെ ആൻഡമാൻ ദ്വീപുകളെ വേർതിരിക്കുന്ന ഭാഗമാണ് ഇത് കോക്കോ ചാനൽ. ഏത് ചാനലാണ്? കോക്കോ ചാനൽ. ഇത് ചോദ്യം വന്നിട്ടുണ്ട്, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കോക്കോ ചാനലിനെ കുറിച്ച്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക, ആൻഡമാൻ നിക്കോബാറിനെ നമ്മൾ വേർതിരിക്കുന്ന ചാനലാണെന്ത്? 10 ഡിഗ്രി ചാനൽ. ഓക്കെ, അതുപോലെ തന്നെ 8 ഡിഗ്രി ചാനൽ ഉണ്ട്. 8 ഡിഗ്രി ചാനൽ
നയൻ ഡിഗ്രി ചാനൽ ഉണ്ട്, 9 ഡിഗ്രി ചാനൽ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ മാൽദീവ്സിൽ നിന്ന് വേർതിരിക്കുന്നത്, അതുപോലെ ലക്ഷദ്വീപിനെ വേർതിരിക്കുന്ന ചാനലുകളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു പോവാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എല്ലാ ദിവസവും പൊളിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കലക്കി കുടിക്കണം. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായ ഭാഗത്ത് നിന്ന് ഡെപ്തിലേക്ക് പോയിക്ക് നമുക്ക് പരീക്ഷ ആകുമ്പോഴേക്കും അത് വളരെ എളുപ്പത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇതൊരു മുൻവർഷ ചോദ്യം കേട്ടോ. ആർട്ടിക്കിൾ 9 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 9 നമുക്കറിയാം, ആദ്യം 395 ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലെ ആർട്ടിക്കിളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ 9 കുറച്ചും കൂടി അങ്ങനെ ചോദിച്ചു അല്ലേ, നമ്മൾ പറഞ്ഞു 5 മുതൽ 12 വരെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ 9ാമത്തത് ചോദിച്ചത് പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ, അവരെ കുറിച്ചാണോ? ഇന്ത്യൻസ് ഹു റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ചാണോ? പേഴ്സൺ ഹു വളണ്ടർലി അക്വയർ ഫോറിൻ സിറ്റിസൺഷിപ്പ് അല്ലേ, വളണ്ടർലി അവർ വിദേശ പൗരത്വം സ്വീകരിക്കുന്ന ആളുകളാണോ, അവരെ കുറിച്ചാണോ? റൈറ്റ് ടു സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അത് തുടങ്ങിയത് മുതലുള്ള സിറ്റിസൺഷിപ്പിൻ്റെ അവകാശത്തെക്കുറിച്ചാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? പേഴ്സൺ ഹു വളണ്ടർലി അക്വയർ ഫോറിൻ സിറ്റിസൺഷിപ്പ്, അവരെ കുറിച്ചാണ് എന്ത് ഈ ഒരു ആക്ട് വരുന്നത്. ഓക്കെ, വളണ്ടർലി അവരെന്ത് ചെയ്യാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 9 അല്ലേ. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണോ, അവർ സ്വന്തം രാജ്യത്ത് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിക്കണം. കാരണം ഇരട്ട പൗരത്വം എന്നുള്ള സിസ്റ്റം ഇന്ത്യയിൽ ഇല്ല. മറ്റു പല രാജ്യങ്ങളിലൊക്കെ അതുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അതില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് അമെൻമെന്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ provided that the total number of ministers including the prime minister in the council of ministers shall not exceed 50%. എന്താണ്? 15% ഇന്ത്യൻ്റെ മൊത്തം അതായത് ഇതിൻ്റെ കൗൺസിലുള്ള അതിൻ്റെ 15% മന്ത്രിമാർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ലോക്സഭയുടെ മെമ്പേഴ്സിൻ്റെ 15% മന്ത്രിമാർ മിനിസ്റ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന അമെൻമെൻറ്റ് ഏതാണ്? 91st അമെൻമെൻറ്റ്, 93rd അമെൻമെൻറ്റ്, 95th അമെൻമെൻറ്റ്, 99th അമെൻമെൻറ്റ്. ഏതാണ് വരുന്നത്? 91st അമെൻമെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട അമെൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിയിരിക്കുക. ഞാൻ എന്ത് ചെയ്യുക, ഓരോന്ന് പറഞ്ഞുതരാം. 7th അമെൻമെൻറ്റ് ആക്ട് 1956, അതെന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അതിലാണ് ആദ്യം അല്ലേ ഏഴാമത്തെ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ടു ദ 4 കാറ്റഗറീസ്. നമ്മൾ ഇന്ത്യയുടെ സ്റ്റേറ്റ്സുകൾ നമ്മുടെ ആ ഒരു സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് വരുന്ന സമയത്ത് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി ഒക്കെ സ്റ്റേറ്റുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം കേരളം തന്നെ 1956 നിലവിൽ വന്നത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? അതിന് മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? അപ്പോൾ അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ആദ്യമായിട്ട് സ്റ്റേറ്റുകൾ വന്ന് നോക്കൂ, റീ ഓർഗനൈസ് ചെയ്ത 14 സ്റ്റേറ്റുകൾ 6 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇന്നലെ പറഞ്ഞു ഫസൽ അലി കമ്മീഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെന്റ് 24th അമെൻമെന്റ് ആണ്. ഇത് മറന്നു പോകരുത്. അഫേർമഡ് ദ പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അടക്കം ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അമെൻഡ് ചെയ്യാനും പാർലമെന്റിന് അവകാശമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പാർലമെന്റിന് പല അമെൻമെന്റുകളും പിന്നീട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല മെയ്ഡ് കമ്പൽസറി ഫോർ ദ പ്രസിഡന്റ് ടു ഗിവ് ഹിസ് അസെന്റ് ടു എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. ഒരു ഭരണഘടനാ ഭേദഗതി വരികയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും പ്രസിഡന്റ് അതിന് അപ്രൂവൽ കൊടുക്കണം. അത് അവകാശമാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് കമ്പൽസറി ആക്കിയതും ഈ ഒരു അമെൻമെന്റ് പ്രകാരമാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതായത് 42nd ഈ അമെൻമെന്റ് പ്രകാരം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലാണ് ആഡഡ് 3 ന്യൂ വേർഡ്സ്, അതായത് സോഷ്യലിസ്റ്റ്, സെക്കുലർ.
ആൻഡ് ഇൻറ്റഗ്രിറ്റി. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന 3 വേർഡുകൾ കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 42nd അമെൻമെൻറ്റ് പ്രകാരമാണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർത്തത് അത് ഏതാണ്? അതായത് ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരമാണ്. ഇപ്പോൾ അത് പാർട്ട് 4ലാണ്, പാർട്ട് 4A നമ്മുടെ എന്ത് വരുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ആർട്ടിക്കിൾ 51A നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. മെയ്ഡ് ദ പ്രസിഡന്റ് ബൗണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ക്യാബിനറ്റ്, അല്ലേ? പ്രസിഡന്റ് എന്തായിരിക്കണം? ക്യാബിനറ്റിൻ്റെ അഡ്വൈസിന് ബൗണ്ട് ആയിരിക്കണം എന്നുള്ളത് അതിൽ വന്നു. പ്രൊവൈഡഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആൻഡ് ദ ട്രിബ്യൂണൽസ് ഫോർ ദ അതർ മാറ്റേഴ്സ്, അല്ലെ? കുറച്ച് ട്രിബ്യൂണൽസുകൾ വന്നു. ജസ്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 3 ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുകൾ കൂട്ടിച്ചേർത്തു. അത് ജസ്റ്റ് മനസ്സിലാക്കിയ, അതായത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ്? പാർട്ട് 4ലാണ്, അല്ലേ? പാർട്ട് 4 DPSP നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്കറിയാം ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഏതാണ്? 42nd ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ കൺകറൻറ്റ് എഡ്യൂക്കേഷൻ ഇതിൽപ്പെട്ടതാണ് കേട്ടോ, ഫോറസ്റ്റ് പെട്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, എന്താണ് അതിൽ വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ടു പബ്ലിക്കേഷൻ ന്യൂസ് പേപ്പർ ഓഫ് ട്രൂ റിപ്പോർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സുകൾ എന്ത് ചെയ്യുക? നമുക്ക് അതിൻ്റെ ട്രൂ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ ഒരു പ്രൊട്ടക്ഷൻ ആർക്ക് കൊടുത്തു? പത്രങ്ങൾക്ക്, അല്ലെ? മാധ്യമങ്ങൾക്ക് കൊടുത്തു. എംപവേർഡ് ദ പ്രസിഡന്റ് ടു സെൻഡ് ബാക്ക് വൺസ് ദ അഡ്വൈസ് ഓഫ് ക്യാബിനറ്റ് ഫോർ റീകൺസിഡറേഷൻ. ക്യാബിനറ്റിന് ഏതെങ്കിലും, അല്ലേ, ഉപദേശങ്ങൾ റീകൺസിഡറേഷന് വേണ്ടി പ്രസിഡന്റിന് തിരിച്ചയക്കാം. അതുപോലെ തന്നെയാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അല്ലേ? അതിലുണ്ടായിരുന്നു എന്ത്? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കണമെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായ പോരെ, മറിച്ച് എന്ത് വേണം? ആർമഡ് റിബല്യൻ വേണം. അങ്ങനെയാക്കി മാറ്റി തീർത്തു. അതുപോലെ തന്നെ made the president to declare national emergency only on the written recommendation of the cabinet. ക്യാബിനറ്റ് റിട്ടേൺ ആയിട്ട് റെക്കമെൻഡേഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രസിഡന്റിന് നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടുവന്നു. മെയ്ഡ് സെർട്ടൈൻ പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് വിത്ത് റെസ്പെക്ട് ടു നാഷണൽ എമർജൻസി ആൻഡ് പ്രസിഡൻസ് റൂൾ, അല്ലേ? സംസ്ഥാനങ്ങളിലൊക്കെ പ്രസിഡന്റിന്റെ റൂൾ ഉണ്ടാവും. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചില സേഫ് ഗാർഡ്സുകളൊക്കെ അതിൽ കൊണ്ടുവന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അമെൻമെൻറ്റുകളാണ്. ഇനിയും കുറച്ച് അമെൻമെൻറ്റുകൾ വരാണ്ട്. 61 61ാമത്തത്, ഇപ്പം 91 നമ്മൾ പറഞ്ഞു, 86ാമത്തത് ഉണ്ട്. ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് കൂടി നമുക്ക് പറയാനുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ ജിയോഗ്രഫിയുടെ ഏരിയ, റിവേഴ്സ്, ഐലൻഡ്സ്, അങ്ങനെയുള്ള ഓഷ്യൻസ് ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾസുകൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.